ഏതോ ഒരു മനുഷ്യർ കൊമ്പത്തിരുന്ന് പറഞ്ഞു ഇവിടെ ശരീഅത്തൊക്കെ ഒന്ന് മാറ്റണം. അയാൾ ആ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു, അത് അയാൾ തന്നെ പറഞ്ഞു എനിക്കറിയില്ല ഈ സാധനം എന്താണ്. 85 പറഞ്ഞു ശരീഅത്തൊന്ന് മാറ്റണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾ തന്നെ പറഞ്ഞു ഇത് തൊട്ടതാപത്തായി എന്ന് മനസ്സിലായപ്പോ എനിക്കറിയില്ല, അത് മേലിന് പോയാൽ മതി. നമ്മൾ അയാളെ വെറുതെ വിട്ടോ? പ്രകടനം നടത്തിയില്ലേ? ഇവിടെ ട്രെയിൻ തടഞ്ഞില്ലേ? എയർപോർട്ട് വളഞ്ഞില്ലേ? ഉപരോധം നടന്നില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാ ശരീഅത്ത് മാറ്റാൻ ഒരു മുസ്ലിമല്ലാത്തവൻ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇവിടെ. അയാൾ വിചാരിച്ച അവിടെ ശരീഅത്ത് മാറുമോ? മാറൂല. പക്ഷെ അയാൾ പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് കുറെ അനുഗ്രഹം ഉണ്ടായി. അയാളെ കൊണ്ട് ശരീഅത്ത് എന്താന്ന് കുറച്ച് ആളുകൾക്കൊക്കെ തിരിഞ്ഞുപോയി. ശരീഅത്ത് വിശദീകരിക്കാൻ വേണ്ടി തൃശൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ ചെന്ന് ജുമാന്റെ ശേഷം അസ്സലാമു അലൈക്കും, നമ്മുടെ ശരീഅത്തിനെ പറ്റി കുറച്ച് കാര്യം പറയാണ്ട് പറഞ്ഞപ്പോൾ ഒരു പള്ളിയിലെ പ്രസിഡന്റ് പറഞ്ഞു, ഉസ്താദേ ഒരു മിനിറ്റ്, അത് മാത്രം ഇവിടെ പറയരുത്, വേറെ എന്ത് വേണമെങ്കിൽ പറയാം. ആ കാക്ക മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ എന്തോ ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടി പോകുകയാണ്. വേറെ എന്തു വേണമെങ്കിൽ പറയാം, ശരീഅത്ത് പറയരുത്. ഇയാൾക്ക് നമ്മൾ നന്ദി പറയേണ്ടടോ. ശരീഅത്ത് എന്താണ് അപ്പോഴാ തിരിഞ്ഞത് പല ആളുകൾക്കും. ഇയാൾ പറഞ്ഞ കാരണം കൊണ്ട് ശരീഅത്ത് മാറ്റാൻ വേണ്ടി അയാൾ പറഞ്ഞപ്പോ മുദ്രാവാക്യം വിളിച്ചില്ലേ നമ്മൾ ചെറുപ്പക്കാരെ? പള്ളിയായ പള്ളികളൊക്കെ നമ്മൾ ദുആ നടത്തിയില്ലേ? നമ്മൾ പ്രധാനമന്ത്രിക്ക് കമ്പിയടിച്ചില്ലേ? നമ്മൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയില്ലേ? ചുമരേറ്റ് നടത്തിയില്ലേ? വേണ്ടി വന്ന അയാളുടെ മോളയും കെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചില്ലേ? ഇതൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ വിളിച്ചിട്ടുണ്ട്, തൃശ്ശൂരും വിളിച്ചിട്ടുണ്ട്, കേരളത്തിൽ വിളിച്ചിട്ടുണ്ട്, ഗൾഫിൽ പോലും വിളിച്ചിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, മൈലാഞ്ചി കല്യാണം നടത്തുന്ന ഏത് ശരീഅത്താ മക്കളെ? വീഡിയോ ക്യാമറ ഏത് ശരീഅത്താണ്? ഒപ്പന ഏത് ശരീഅത്താണ്? അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് മാറ്റുന്നവൻ ഇവിടെ നമ്പൂരിപ്പാടല്ലടോ, ലാൽകൃഷ്ണ അദ്വാനിയല്ലടോ, മറ്റാരുമല്ല, വാൾത്താക്കറയല്ല, ഉമാഭാരതിയല്ല, വിനയ്ക്കത്യാരല്ല. അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് മാറ്റുന്നത് വീഡിയോ ക്യാമറ കൊണ്ടുവന്ന് ഹറാമായ പടമെടുത്തിട്ട് അന്യപുരുഷന്മാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന ഈ കുഫ്രിയത്തൊന്ന് നിർത്തണം മുസ്ലിമീങ്ങളെ. ഓരോ മുസ്ലിം ഭവനത്തിന്റെ മുകളിലും എടോ 10 ലക്ഷം രൂപ നിനക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോ അനാവശ്യമായ സ്റ്റാർ TV വാങ്ങിച്ചു വെച്ചിട്ട് ആജിയാരെ നിന്റെ പുറയ്ക്ക് മുകളിലല്ലേ സ്റ്റാർ TVയുടെ ചാനലിരിക്കുന്നത്? അള്ള നിനക്ക് സമ്പത്ത് തന്നത് ഈ സ്റ്റാർ TV വെക്കാനാണോ? അള്ള ചോദിക്കില്ലേ, എടോ നിനക്കിതിനാണോ സമ്പത്ത് തന്നത്? അത് ചോദിക്കൂല്ലേ. ആരവിടെ ശരീഅത്ത് മാറ്റുന്നത്? നമ്മളെന്നെയാ മാറ്റുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മൾ വലിയ ആളായിട്ട് പറയണു ശരീഅത്ത് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആരും ഇവൻ തന്നെയാ. വേറെയുണ്ട്. വെറുതെ അങ്ങോട്ട് വായത് പറഞ്ഞിട്ട് കേട്ടാ പോയാ പോരാ. എവിടെങ്കിലും നേർച്ചപ്പൂരങ്ങൾ നടക്കുമ്പോ, എവിടെങ്കിലും വീഡിയോ ക്യാമറ നടത്തുമ്പോ, എവിടെങ്കിലും മൈലാഞ്ചി കല്യാണം നടത്തുമ്പോ, എവിടെങ്കിലും ഒപ്പന പ്രദർശിപ്പിക്കുമ്പോ അവിടെ ഒരു 100 ചെറുപ്പക്കാരെന്ന് ചെല്ലട്ടെ. ബോംബുണ്ടാക്കാനല്ലടോ നമ്മൾ മുമ്പ് പോകേണ്ടത്. ആദ്യം നമ്മൾ കത്തിണ്ടാക്കാനല്ലടോ പോകേണ്ടത്. കുറുവടി സംഘടിപ്പിക്കാനല്ലടോ പോകേണ്ടത്. അതൊന്തൊന്നും ഇസ്ലാമിനൊരു ചുക്കും നേടാനില്ല. ബോംബുകളുടെ മുമ്പിൽ പിടിച്ചു നിന്നതാണ് ഈ മതം. കുറുവടികളെ തോൽപ്പിച്ചതാണ് ഈ മതം. കരിമ്പാറക്കെട്ടുകളെ പോലെ ഉറച്ച മരുമല്ലന്മാരെ അടർത്തിയിട്ടുകൊണ്ട് അടർക്കളത്തിൽ വെട്ടിവീഴ്ത്തിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ നേതൃത്വം കൊടുത്തതാണ് ഈ മതം. അതുകൊണ്ട് ഈ സമുദായത്തിൽ ഒരുപാട് ചെറുപ്പക്കാരില്ലേ? എന്തേ ചെറുപ്പക്കാരെ നിങ്ങൾക്കൊന്നു ചെന്നിട്ട് ഈ അനാവശ്യമായ നേർച്ചപ്പൂരം നടത്തിയിട്ട് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ഖബർ ഫസാദാക്കുമ്പോ അവിടെയൊന്ന് ചെന്നിട്ട് നിർത്തടോ ഈ തമ്മാടിത്തരെന്ന് പറഞ്ഞിട്ട് അതിനെയൊന്ന് തടുക്കാൻ ആരോഗ്യമില്ലേ ചെറുപ്പക്കാരെ? 10 ചെറുപ്പക്കാരെന്ന് കൂടിയിട്ട് മൈലാഞ്ചി കല്യാണം നടത്തിയിട്ട് റസൂലുള്ളാന്റെ ദീന് ഫസാദാക്കുമ്പോ അവിടെ ചെന്നിട്ട് പറഞ്ഞൂടെ? ആചാര ആരാവട്ടോ, അയാൾ മുതലാളിയാവട്ടെ, തങ്ങളാവട്ടെ, കാദി കുലാത്താവട്ടെ, അവിടെ ചെന്നിട്ടൊന്ന് പറഞ്ഞൂടെ? നിർത്തണം ഹാജിയാരെ, ഇത് റസൂലുള്ളാന്റെ ദീന് ഫസാദാക്കുന്നതാണ്, ഇത് ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. എന്റെയും നിന്റെയും ഉമ്മമാരെ വീഡിയോ ഫോട്ടോ എടുത്തു കൊണ്ടുപോയിട്ട് അനാവശ്യമായ ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ട് എന്റെയും നിന്റെയും ഉമ്മമാരുടെ സൗന്ദര്യം കാണിച്ചിട്ട് വ്യഭിചാരം നടത്തുന്ന പരിപാടിയുണ്ടല്ലോ, അതൊന്ന് നിർത്തണം സഹോദരന്മാരെ. ഇതിനാണ് നമ്മൾ നമ്മുടെ ആഴ്ചയിൽ വഹിക്കേണ്ടത്. ചില ആളുകൾ ഇപ്പൊ ചിന്തിച്ചിരിക്കുന്നത്
നമ്മുടെ ഇസ്ലാം നടത്തണമെങ്കിൽ കുറച്ച് കൂമങ്കല്ല് പാലത്തിന്റെ ചോട്ടിലുള്ള കുറച്ച് ജാതി പോലത്തെ കുറെ മറ്റേ പൈപ്പ് ബോംബും കൊയൽ ബോംബും ഒക്കെ വേണമെന്നാണ്. അതുകൊണ്ടൊന്നും ഇസ്ലാമിനൊന്നും നേടൂല്ല. അങ്ങനെ ചില ആളുകൾ ഇപ്പൊ ഇറങ്ങി പെട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഒന്നും ആയാൽ പോരാ, കുറച്ച് വാളും കത്തിയൊക്കെ ഉണ്ടാക്കിയേക്കണം. എന്നിട്ട് എന്താ കാര്യം? ഇതെടുക്കാൻ ധൈര്യം വേണ്ടേ? എന്തോടോ ധൈര്യം? ധൈര്യം എവിടുന്നാ കിട്ടുക? ധൈര്യം കിട്ടണമെങ്കിൽ ശൂന്യാകാതെ പറ്റൂല. അതിന് വിളിക്കാൻ ബദരീങ്ങൾ വേണം. ബദരീങ്ങളെ വിളിക്കാത്തവനും മമ്പറത്തെ തങ്ങളെ വിളിക്കാത്തവനും എവിടെ ധൈര്യം കിട്ടും? ആരിഫീങ്ങളിൽ വിശ്വാസമില്ലാത്തവനോടും ധൈര്യം കിട്ടും? ധൈര്യം കിട്ടൂല മക്കളെ. ധൈര്യം വേണമെങ്കിൽ ആരിമീങ്ങള്, സ്വാലിഹീങ്ങള്, മഹാന്മാരായ ചരിത്രം വിശ്വസിക്കണം, മഹാന്മാരായ ബദരീങ്ങളെ അംഗീകരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരാം. അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ സമുദായം വളരെ തമ്മാടിത്തരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇബാദത്തുകളൊക്കെ ഫസാദാക്കുകയാണ്. അല്ലാഹു തആല ബഹുമാനിച്ച കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കുകയാണ്. ബഹുമാനിച്ചവരെ ബഹുമാനിക്കാതിരിക്കലും ആദരിക്കാൻ പറഞ്ഞവരെ ആദരിക്കാതിരിക്കലും ഈമാനിന്റെ ഘടകവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരോട് പറയുന്നു, നമ്മുടെ സമുദായത്തിലുള്ള തമ്മാടിത്തരങ്ങൾക്കെതിരെ നാം സന്ധിയില്ലാ സമരം നടത്തണം. എടോ അല്ല ചോദിക്കില്ലേ, എടോ നിനക്കിതിനാണോ സമ്പത്ത് തന്നത്? അത് ചോദിക്കൂല്ലേ. ആരവിടെ ശരീഅത്ത് മാറ്റുന്നത്? നമ്മളെന്നെയാ മാറ്റുന്നത്. എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മൾ വലിയ ആളായിട്ട് പറയണു ശരീഅത്ത് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആര്? ഇവൻ തന്നെയാ. വേറെയുണ്ട്. വെറുതെ അങ്ങോട്ട് വായത പറഞ്ഞിട്ട് കേട്ടാ പോയാ പോരാ. എവിടെങ്കിലും നേർച്ചപ്പൂരങ്ങൾ നടക്കുമ്പോ, എവിടെങ്കിലും വീഡിയോ ക്യാമറ നടത്തുമ്പോ, എവിടെങ്കിലും മൈലാഞ്ചി കല്യാണം നടത്തുമ്പോ, എവിടെങ്കിലും ഒപ്പന പ്രദർശിപ്പിക്കുമ്പോ അവിടെ ഒരു 100 ചെറുപ്പക്കാരെന്ന് ചെല്ലട്ടെ. ബോംബുണ്ടാക്കാനല്ലടോ നമ്മൾ മുമ്പ് പോകേണ്ടത്. ആദ്യം നമ്മൾ കത്തിണ്ടാക്കാനല്ലടോ പോകേണ്ടത്. കുറുവടി സംഘടിപ്പിക്കാനല്ലടോ പോകേണ്ടത്. അതൊന്നും ഇസ്ലാമിനൊരു ചുക്കും നേടാനില്ല. ബോംബുകളുടെ മുമ്പിൽ പിടിച്ചു നിന്നതാണ് ഈ മതം. കുറുവടികളെ തോൽപ്പിച്ചതാണ് ഈ മതം. കരിഞ്ചിലെ ഏതോ ഒരു മനുഷ്യർ കൊമ്പത്തിരുന്ന് പറഞ്ഞു ഇവിടെ ശരീഅത്തൊക്കെ ഒന്ന് മാറ്റണം. അയാൾ ആ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞു. അത് അയാൾ തന്നെ പറഞ്ഞു, എനിക്കറിയില്ല ഈ സാധനം എന്താണ്. 85 പറഞ്ഞു ശരീഅത്തൊന്ന് മാറ്റണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അയാൾ തന്നെ പറഞ്ഞു ഇത് തൊട്ടതാപത്തായി എന്ന് മനസ്സിലായപ്പോ എനിക്കറിയില്ല, അത് മേലിന് പോയാൽ മതി. നമ്മളയാളെ വെറുതെ വിട്ടോ? പ്രകടനം നടത്തിയില്ലേ? ഇവിടെ ട്രെയിൻ തടഞ്ഞില്ലേ? എയർപോർട്ട് വളഞ്ഞില്ലേ? ഉപരോധം നടന്നില്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാ ശരീഅത്ത് മാറ്റാൻ ഒരു മുസ്ലിമല്ലാത്തവൻ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇവിടെ. അയാൾ വിചാരിച്ച അവിടെ ശരീഅത്ത് മാറുമോ? മാറൂല. പക്ഷെ അയാൾ പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് കുറെ അനുഗ്രഹം ഉണ്ടായി. അയാളെ കൊണ്ട് ശരീഅത്ത് എന്താന്ന് കുറച്ച് ആളുകൾക്കൊക്കെ തിരിഞ്ഞുപോയി. ശരീഅത്ത് വിശദീകരിക്കാൻ വേണ്ടി തൃശൂർ ജില്ലയിൽ ഒരു വണ്ടിയിൽ ചെന്ന് ജുമാന്റെ അസ്സലാമു പാറക്കെട്ടുകളെ പോലെ ഉറച്ച മരുമല്ലന്മാരെ അടർത്തിയിട്ടുകൊണ്ട് അടർക്കളത്തിൽ വെട്ടിവീഴ്ത്തിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ നേതൃത്വം കൊടുത്തതാണ് ഈ മതം. അതുകൊണ്ട് ഈ സമുദായത്തിൽ ഒരുപാട് ചെറുപ്പക്കാരില്ലേ? എന്തേ ചെറുപ്പക്കാരെ നിങ്ങൾക്കൊന്നു ചെന്നിട്ട് ഈ അനാവശ്യമായ നേർച്ചപ്പൂരം നടത്തിയിട്ട് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ഖബർ ഫസാദാക്കുമ്പോ അവിടെയൊന്ന് ചെന്നിട്ട് നിർത്തടോ ഈ തമ്മാടിത്തരെന്ന് പറഞ്ഞിട്ട് അതിനെയൊന്ന് തടുക്കാൻ ആരോഗ്യമില്ലേ ചെറുപ്പക്കാരെ? 10 ചെറുപ്പക്കാരെന്ന് കൂടിയിട്ട് മൈലാഞ്ചി കല്യാണം നടത്തിയിട്ട് റസൂലുള്ളാന്റെ ദീന് ഫസാദാക്കുമ്പോ അവിടെ ചെന്നിട്ട് പറഞ്ഞൂടെ? ആചാര ആരാവട്ടോ, അയാൾ മുതലാളിയാവട്ടെ, തങ്ങളാവട്ടെ, കാതി കുലാത്താവട്ടെ, അവിടെ ചെന്നിട്ടൊന്ന് പറഞ്ഞൂടെ? നിർത്തണം പോലും വിളിച്ചിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, മൈലാഞ്ചി കല്യാണം നടത്തുന്ന ഏത് ശരീഅത്താ മക്കളെ? വീഡിയോ ക്യാമറ ഏത് ശരീഅത്താണ്? ഒപ്പന ഏത് ശരീഅത്താണ്? അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് മാറ്റുന്നവൻ ഇവിടെ നമ്പൂരിപ്പാടല്ലടോ, ലാൽകൃഷ്ണ അദ്വാനിയല്ലടോ, മറ്റാരുമല്ല, വാൾത്താക്കറയല്ല, ഉമാഭാരതിയല്ല, വിനയ്ക്കത്യാരല്ല. അള്ളാന്റെ റസൂലിന്റെ ശരീഅത്ത് മാറ്റുന്നത് വീഡിയോ ക്യാമറ കൊണ്ടുവന്ന് ഹറാമായ പടമെടുത്തിട്ട് അന്യപുരുഷന്മാർക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കുന്ന ഈ കുഫ്രിയത്തൊന്ന് നിർത്തണം മുസ്ലിമീങ്ങളെ. ഓരോ മുസ്ലിം ഭവനത്തിന്റെ മുകളിലും എടോ 10 ലക്ഷം രൂപ നിനക്ക് ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോ അനാവശ്യമായ സ്റ്റാർ TV വാങ്ങിച്ചു വെച്ചിട്ട് ആജിയാരെ നിന്റെ പുരക്ക് മുകളിലല്ലേ സ്റ്റാർ TVയുടെ ചാനലിരിക്കുന്നത്? അല്ല നിനക്ക് സമ്പത്ത് തന്നത് ഈ സ്റ്റാർ TV വെക്കാനായിരിക്കും. നമ്മുടെ ശരീഅത്തിനെ പറ്റി കുറച്ച് കാര്യം പറയാണ്ട് പറഞ്ഞപ്പോ ഒരു പള്ളിയിലെ പ്രസിഡന്റ് പറഞ്ഞു, സാറേ ഒരു മിനിറ്റ്, അത് മാത്രം ഇവിടെ പറയരുത്, വേറെ എന്ത് വേണമെങ്കിൽ പറയാം.
ആ കാക്ക മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനെതിരല്ല എന്തോ ഒരു സാധനം പൊട്ടിക്കാൻ വേണ്ടി പോകുകയാണ്. വേറെ എന്തോ നീ പറയാ, ശരീഅത്ത് പറയരുത്. ഇയാൾക്ക് നമ്മൾ നന്ദി പറയേണ്ടടോ. ശരീഅത്ത് എന്താണ് അപ്പോഴാ തിരിഞ്ഞത് പല ആളുകൾക്കും. ഇയാൾ പറഞ്ഞ കാരണം കൊണ്ട് ശരീഅത്ത് മാറ്റാൻ വേണ്ടി അയാൾ പറഞ്ഞപ്പോ മുദ്രാവാക്യം വിളിച്ചില്ലേ നമ്മൾ ചെറുപ്പക്കാരെ? പള്ളിയായ പള്ളികളൊക്കെ നമ്മൾ ദുആ നടത്തിയില്ലേ? നമ്മൾ പ്രധാനമന്ത്രിക്ക് കമ്പിയടിച്ചില്ലേ? നമ്മൾ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയില്ലേ? ചുമരേറ്റ് നടത്തിയില്ലേ? വേണ്ടി വന്ന അയാളുടെ മോളയും കെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചില്ലേ? ഇതൊക്കെ ഈ മലപ്പുറം ജില്ലയിൽ വിളിച്ചിട്ടുണ്ട്, തൃശ്ശൂരും വിളിച്ചിട്ടുണ്ട്, കേരളത്തിൽ വിളിച്ചിട്ടുണ്ട്, ഗൾഫിൽ